മാ എവിടെ പോയി? ഒളിച്ചിരിക്കുവായിരുന്നല്ലേ? കഷായോ? എന്ത് കഷായം? കൊളസ്ട്രോളിന്റെ തിളപ്പിച്ച് 2 ദിവസമായി. അതുകൊണ്ട് എനിക്കൊരു ക്ഷീണം. ഞാനിപ്പോ പ്രഷറൊക്കെ നോക്കി പോയി. എവിടെ പോയി നോക്കി? അപ്പൊ 110ഉം 75 ഉള്ളു ആര് പ്രഷർ. എന്ത് പറഞ്ഞവര്? ഇവിടെ കളരിക്കല്ല. അപ്പൊ ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞു എന്റെ അവിടെ നോക്ക്, ശങ്കേഴ്സിൽ പോയി നോക്കാൻ, ഇവിടെ കൊള്ളത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാന്ന് പറഞ്ഞു. റേഷൻ കടയിൽ പോയപ്പോ അങ്ങനെ ചുമ്മാ നോക്കിയ പ്രഷറല്ലേ, കണ്ണുമൂറും വീർത്തിരിക്കണോണ്ടെന്ന് നോക്കിയതാന്ന് പറഞ്ഞു. വീർത്തിരിപ്പുണ്ട് ഇച്ചിരി. എനിക്ക് തോന്നുന്നുണ്ട് നിന്നെ നോക്കുമ്പോ എന്റെ മുഖം വീർത്തിരിക്കുക. പിന്നെ നടുവും എനിക്ക് മേലെന്ന് ഞാൻ പറഞ്ഞില്ല, എന്തോ വിലക്കം വന്ന പോലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാം ശരിയാവും. അപ്പൊ ഇന്ന് പോയപ്പോ ഇച്ചിരി പുഞ്ചരിയാ കിട്ടിയത്. അപ്പൊ പുഞ്ചരിയും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോന്നു ഓട്ടോയ്ക്ക് കയറിയപ്പോ അപ്പന്റെ കൂട്ടുകാരനായിരുന്നു കാപ്പി മുക്കിനുള്ള. പിന്നെ 40 രൂപ അതാണ് കുറച്ച്. അവരുടെ ആ ഫീസ് അവര് വാങ്ങിക്കുന്നു. മിനിമം ചാർജ് കൂട്ടിയില്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇപ്പൊ ഓട്ടോ കാശൊക്കെ കൂടി. അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണ്ടേ, ചായ, ഒരു ചായക്കുള്ള കാശെങ്കിലും കിട്ടണ്ടേ. ഓട്ടോ ഒന്നും ഇല്ല അങ്ങനെ. അപ്പൊ ഇന്ന് ചായ തിളപ്പിക്കാൻ ഞാനിപ്പൊ നിന്നെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഇങ്ങനെ ആലോചിച്ചപ്പോ ദേ വന്നതേ. ചായ ചൂടാറുന്നതിന് മുമ്പ് നിനക്ക് തരാല്ലാന്ന് ഓർത്തിട്ടായിരുന്നു. ചായ അതേ എടുക്കട്ടെ, അരിക്കട്ടെ. അപ്പൊ ചൂടോടെ വേണ്ടേ. ഞാനിപ്പോ അങ്ങോട്ട് വെച്ചിട്ട് പൂ പറിക്കാൻ പോയിരിക്കുവായിരുന്നു. ഇതേ വിളക്കത്ത് വെക്കാൻ പൂ വേണ്ടേ? എന്തായാലും ഇവിടെ ഉണ്ട്, ഉള്ള പൂ പറിച്ച് വെക്കാലോന്നോർത്ത്. എന്ത് പൂ കിട്ടി? ചെമ്പരത്തി കിട്ടി, ശംഖുപുഷ്പം കിട്ടി, ലില്ലിപ്പൂ കിട്ടി. വെള്ള, നമ്മുടെ ദൈവത്തിന് വെക്കാൻ പറ്റിയ വെള്ള പൂ കിട്ടി. ലില്ലിപ്പൂ അറിയത്തില്ലേ? മണമുള്ള, സുഗന്ധമുള്ളത്. അറിയില്ല. അവിടെ നോക്കി വിളക്കത്തിരിപ്പുണ്ട്, നമുക്ക് കണ്ടാലറിയാം. നല്ല വാസനയുടെ അതറിയത്തില്ല, വാസനയുള്ള പൂവാ. അറിയാവോ? മണമെന്നറിയാം. അപ്പൊ ചായ തരാം.